മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ ആ മാഞ്ചുവട്ടിൽ. പാടിയത് നല്ല അസലെരുമ ഗാനം. നിനക്ക് നല്ല ബോധ്യമുണ്ട്, എന്നോട് ക്ഷമിച്ചേക്ക്. ഞാൻ പാട്ട് പാടാനല്ല വന്നത്. ഞാൻ ഇരിക്കുന്നത് മാഞ്ചോട്ടിലാണ് കേട്ടോ. നമുക്ക് ഇപ്പൊ പറഞ്ഞ പോലെ പാട്ടുകളിലെ വരികളില് മധുരമുള്ള ഓർമ്മകൾ ഉണ്ടാവും, മധുരം ഇല്ലാത്ത ഓർമ്മകൾ ഉണ്ടാവും. കുട്ടിക്കാലത്തും ഉണ്ടാവും, വലുതായാലും ഉണ്ടാവും, എല്ലാ കാലത്തും നമുക്ക് ഉണ്ടാവും അല്ലെ. അപ്പൊ എനിക്കിടെ ചെറിയുള്ളത് കഥ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയ ഓർമ്മ. നാളിലിങ്ങനെ ഓരോ ദിവസങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ ഓരോരോ ആഗ്രഹങ്ങൾ തോന്നും അല്ലെ. ഇത് വേണം, അത് വേണം, അങ്ങനെ പലതും. നമ്മൾ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ തോന്നിയാൽ നമ്മളെ രക്ഷിതാക്കളടുത്ത് പറയും. അങ്ങനെ അവര് സാധിച്ചു തരാൻ പറ്റുന്നതാണെന്നും സാധിച്ചു തരും, ചിലര് സാധിച്ചു തരാൻ പറ്റുന്നതാണെങ്കിലും സാധിച്ചു തരൂല. എന്റെ അച്ഛനൊക്കെ വളരെ അത്യാവശ്യം നല്ല പിശുക്കുണ്ട് കേട്ടാ. അപ്പൊ ഏതായാലും എന്റെ മനസ്സിൽ തോന്നിയ ആഗ്രഹം എന്താന്ന് വെച്ചാല്, എനിക്ക് സൈക്കിൾ പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. സൈക്കിൾ വേണം, സൈക്കിൾ പഠിക്കണമെന്നുള്ളതിനേക്കാളും ആദ്യം സൈക്കിൾ എനിക്ക് സ്വന്തമായിട്ട് വേണം, ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നി. ഞാൻ അച്ഛനോട് പറഞ്ഞു, എനിക്ക് സൈക്കിൾ വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു, വാങ്ങിച്ചു തരാം, പക്ഷെ വാങ്ങിച്ചു തരുന്നത് മുന്നേ ആയിട്ട് ആദ്യം സൈക്കിൾ പഠിക്കണം, സൈക്കിൾ പഠിച്ചാൽ മാത്രമേ വാങ്ങിച്ചു തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയായി പഠിക്കുക? നമ്മളെ നാട്ടില് മുന്നേ വെച്ചാൽ റെന്റിന് ഇതുപോലെ 2 മണിക്കൂർ നേരത്തേക്ക് ഇത്ര പൈസ അവരിടും, ആ പൈസ കൊടുത്താൽ നമുക്ക് 2 മണിക്കൂർ ആ സൈക്കിൾ ഓടിച്ച് തിരിച്ചു കൊടുക്കാം. അപ്പൊ റെന്റിന് എടുത്തിട്ട് പഠിക്കാന്നുള്ള തീരുമാനത്തിലെത്തി. പക്ഷെ എങ്ങനെ പഠിപ്പിക്കാൻ ആള് വേണ്ടേ? അപ്പൊ എനിക്കെന്ന് വെച്ചാല് ഒരു അനുജത്തിയാണുള്ളത്. എനിക്കൊരു ഏട്ടൻ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഏട്ടനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആങ്ങളമാരെ. അപ്പൊ ആ സങ്കടം ഞാൻ തീർത്തത് എങ്ങനെയാന്ന് വെച്ചാൽ, എനിക്ക് ഇളയപ്പന്റെ മോനുണ്ട്, അതായത് അച്ഛന്റെ അനിയന്റെ മോൻ. ഈ ഏട്ടന് പറഞ്ഞാൽ ജീവന്റെ ജീവനാണ്. എന്ത് കിട്ടിയാലും ഏതിനും ഏട്ടന്റെ ടീഷർട്ട് വേണം, ഏട്ടന്റെ ട്രൗസർ വേണം, ഏട്ടൻ പട്ടം പറത്താൻ പോകുമ്പോൾ ഏട്ടന്റെ പിറകെ, കൂട്ടി കളിക്കാൻ പോകുമ്പോൾ ഏട്ടന്റെ പിറകെ, ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഏട്ടന്റെ പിറകെ. ഈ ആൺപിള്ളേരുടെ ഇടയിൽ ഈ ഒരു പെണ്ണുണ്ടാവും ഇങ്ങനെ കറങ്ങുന്നത്. കാരണം ഏട്ടന്റെ പിറകെ തന്നെ ഇങ്ങനെ തൂങ്ങിപ്പോയിക്കോളും. അത് ഞാൻ പറഞ്ഞു, വാടക സൈക്കിൾ എടുത്താൽ നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരുമോ? അപ്പൊ ആന്ന് പറയുകയും ചെയ്തു. സ്കൂളിൽ ഇപ്പം ക്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേർ അടിയും പിടിയും കൂടെ പ്രശ്നമാവും അല്ലെ. അപ്പം മൂപ്പരെയാണ് ഞാൻ പിടിച്ചു കൊണ്ടുപോകുന്നത് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ചോദിക്കാനും പറയാനുണ്ട് എന്നുള്ളൊരു അഹങ്കാരമൊക്കെ വരുമല്ലോ. ഇവളെന്തിനാ ചെയ്തത്, എന്താ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മ ഭയങ്കരമായിട്ട് പൊങ്ങി ചോദിക്കാനും പറയാൻ ആളുണ്ട്, ഭയങ്കര കെയറിങ്, അങ്ങനെ ഇങ്ങനെ. അപ്പൊ സുഖമായിട്ട് പഠിപ്പിക്കാന്ന് നല്ലപോലെ സമ്മതിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. പഠിച്ചിട്ട് എടുക്കാമല്ലോ വേഗന്നില്ലേ. അങ്ങനെ പറഞ്ഞ് പിറ്റേന്നാൾ പോയി സൈക്കിൾ വാങ്ങിച്ചു കൊണ്ടുവന്നു. സൈക്കിൾ വാങ്ങിച്ചു കൊണ്ടിട്ട് നല്ല പോലെ അടുത്ത് നിന്ന് അതിന്റെ കൈയൊക്കെ പിടിച്ച് വീഴാണ്ട് ഭയങ്കര എന്തൊരു കെയറിങ് ആയിരുന്നു എന്നറിയോ. അപ്പൊ ഞാൻ ഇത് സംഭവം കൊള്ളാല്ലേ, നമുക്കങ്ങനെ പതിയെ പഠിച്ചെടുക്കാൻ കുഴപ്പമൊന്നുമില്ല, ഭയങ്കര ശ്രദ്ധിച്ചിട്ടാണ് ചെയ്ത് തരുന്നത്, എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ വിശ്വാസമൊക്കെ വന്ന്. അപ്പോൾ ആള് ചിലവരുണ്ടല്ലോ അങ്ങനെ ശ്രദ്ധിക്കാണ്ട് ചെയ്യുമല്ലോ, പക്ഷെ ആള് നല്ല കെയറിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിച്ചു. മൂപ്പർ എന്നെ ഇടുവോ പിടിക്കോ തട്ടോ മുട്ടോ അങ്ങനെ വീഴ്ത്താനൊന്നും പരിപാടിയില്ല എന്നില്ലേ. ആ ഒരു സന്തോഷത്തില് അർമാദിച്ചു, ഭയങ്കരമായിട്ട് അർമാദിക്കാന്ന് പറഞ്ഞാൽ മാക്സിമം അർമാദിച്ച്. അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോൾ നമുക്കിത് പഠിച്ചെടുക്കാൻ പറ്റുന്നത്. അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കടന്നു പോയി. കുറച്ച് ദിവസമായി. ബാലൻസ് ഒന്നും എങ്ങനെയായാലും ശരിയാകുന്നില്ല. ബാലൻസ് ആണല്ലോ ഫസ്റ്റ് കിട്ടേണ്ടത്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സൈക്കിൾ ഓക്കെ, പക്ഷെ അത് കിട്ടാനാണല്ലോ പാട്. ഇത്രയും ദിവസം ഇങ്ങനെ നോക്കിയതല്ലേ, ഞാൻ നിനക്ക് വഴി കാണിച്ചു തരാ പഠിക്കാനെന്ന് പറഞ്ഞു നല്ല പോലെ ഉന്തി കൊണ്ടുപോയി. പിന്നെ ഒരു വിടലേന്ന് പറഞ്ഞാല് നമ്മളാ പപ്പുവിന്റെ JCB പോകുന്നില്ലേ ഒരു സിനിമയില്, മോഹൻലാലിന്റെ, അങ്ങനെ ഒരു പോക്ക് പോയത് എനിക്ക് ഓർമ്മയില്ല. പോക്കും കൊത്തി താഴെ വീണു. പക്ഷെ കാര്യമായിട്ടൊന്നും പരിക്കും കാര്യങ്ങളൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. മിണ്ടാണ്ട് എഴുന്നേറ്റ് വന്നു. കരയണോ ചിരിക്കണോ ഒന്നും അറിയില്ല. കടിച്ചമർത്തിയാണ് നിന്നു. എന്നെ ഇത്രയും ദിവസം ഇങ്ങനെ കൊണ്ട് നടന്നതല്ലേ, ഞാൻ എന്താ പറയേണ്ടത് ഒന്നും എനിക്കറിയില്ല. എന്നെ തള്ളിയിട്ടിട്ട് അങ്ങേ തലക്കലി മൂപ്പര് നിൽക്കുന്നൊരു ചിരി വന്നിട്ട് കണ്ടു കാണുന്നില്ല. ഞാൻ ഇവിടെ ഈ വേദന അനുഭവിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക ചെയ്യുന്നത്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സൈക്കിൾ പഠിക്കേണ്ട ആഗ്രഹം ഒരു ഭാഗത്ത്, വീണ വേദന വേറൊരു ഭാഗത്ത്. അപ്പുറത്തിരുന്ന് ഏട്ടെന്ന് പറഞ്ഞ വ്യക്തി ചിരിച്ചിങ്ങനെ എന്ന് പറഞ്ഞത്. അങ്ങനെ ആശിച്ച് ആറ്റുനോറ്റ് സൈക്കിള് പഠിക്കാനില്ല മോഹം, പാതി വഴിയിൽ പോയോന്നില്ല സങ്കടം, മനസ്സിൽ തളം കിട്ടിക്കിടക്കുക ചെയ്തു. പക്ഷെ വിട്ടുകൊടുക്കാൻ ഞാൻ എന്തായാലും തയ്യാറായിരുന്നില്ല.
പോയി പണി നോക്ക്, നിങ്ങളതിന് പഠിപ്പിക്കേണ്ടെന്നില്ല തീരുമാനം മനസ്സിലെടുത്തു. കാര്യമായിട്ടൊന്നും പറഞ്ഞൂല്ല, കടിച്ചമർത്തി പിടിച്ച് അങ്ങനെ നിന്നു. പിന്നെയാണ് തലയിൽ ബുദ്ധി തോന്നിയത്, മൂപ്പർ അങ്ങോട്ട് മാറ്റി നിർത്താ. പഠിപ്പിക്കാന്ന് പറഞ്ഞല്ല, ഏട്ടനെ ഇനി പഠിപ്പിക്കേണ്ട, ഏട്ടൻ പഠിപ്പിച്ചത് മതി. പിന്നെന്താ തീരുമാനം എടുത്തതെന്ന് അറിയോ? ഇതേ വാടകയ്ക്ക് സൈക്കിൾ കൊണ്ടിരുന്നത് വലിയ സൈക്കിളാണ് എടുത്തോണ്ട്, നമുക്ക് കാല് കുത്തി അങ്ങനെ നമ്മളെക്കാളും വലിയ സൈക്കിളില്ലേ, അതിന് പകരം ബാലൻസിങ് വീലിലെ സൈക്കിൾ ഉണ്ടായിരുന്നു. അത് ആദ്യം ആ ബുദ്ധി പോയിട്ടുണ്ടായിരുന്നില്ല. ബാലൻസ് വീലിലെ സൈക്കിള് എന്റെ കൂട്ടുകാരി വേറെ നമ്മൾ കുറെ പിള്ളേർ ഗ്യാങ് ഉണ്ടാവുമല്ലോ, അങ്ങനെ നമ്മ എല്ലാവരും കൂടി ഒരുമിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് ഓരോരാൾക്ക് സമയം വെച്ചിട്ട് ഒരാൾ ഓടിച്ച് ആ ബാലൻസിങ് വീല് വെച്ചിട്ട് അവസാനം സൈക്കിൾ പഠിച്ചെടുത്തു. സൈക്കിള് പഠിച്ചെടുത്താ പിന്നെ കിട്ടാനില്ലത് സൈക്കിളല്ലേ, അപ്പൊ സൈക്കിള് പഠിച്ച സ്ഥിതിക്ക് അച്ഛൻ വേഗം വാങ്ങിച്ചേർന്ന് വിചാരിച്ചു. അങ്ങനെ സൈക്കിള് പഠിച്ച സന്തോഷത്തില് പിന്നെ അടുത്ത സന്തോഷം എന്താ, സൈക്കിള് കിട്ടാന്നില്ലതാണ്. സൈക്കിള് നല്ല ലക്ഷ്യം, സൈക്കിള് കയ്യിൽ കിട്ടാൻ പോകുന്നു, എനിക്ക് നാളെ തന്നെ വാങ്ങിത്തരും, ഇതൊക്കെ വിചാരിച്ച് ഉറക്കമില്ല, സ്വപ്നം കാണുക ചെയ്യുന്നത്. അങ്ങനെ സൈക്കിള് പഠിച്ച് കഴിഞ്ഞാൽ അച്ഛനോട് പറഞ്ഞു, സൈക്കിളൊക്കെ ഓക്കെ ആയി, അടിപൊളിയായിട്ട് ഓടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അച്ഛന്റെ അടുത്ത് തുറപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, നല്ല പോലെ പിശുക്ക്, അത്യാവശ്യം നല്ല പോലെ പിശുക്കുക ചെയ്യുന്നേട്ടാ. അങ്ങനെ എന്നോട് പറഞ്ഞു, ഇന്ന് വാങ്ങാ, നാളെ വാങ്ങാ, മറ്റന്നാ വാങ്ങാ, അങ്ങനെ വാങ്ങാന്ന് പറഞ്ഞ് ആ കുട്ടി വളർന്ന് കല്യാണം കഴിഞ്ഞ് ആ കുട്ടിക്ക് ആ കുട്ടിക്ക് 2 കുട്ടികളായി, കുറെ കുട്ടികളല്ല. അങ്ങനെ 2 കുട്ടികളായി ആള് സ്കൂട്ടി വാങ്ങി, സൈക്കിള് കിട്ടിയില്ല. അപ്പൊ നമ്മൾ ഒരു കാര്യം മക്കളുടെ അടുത്ത് പറഞ്ഞാൽ, ചെറിയ മക്കളുടെ അടുത്തൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ ഏറ്റാനുണ്ടല്ലോ, ആന കൊടുത്താലും ആശ കൊടുക്കാൻ പാടില്ല എന്ന് പറയലില്ലേ. അപ്പൊ അത് വലിയൊരു വേദന കേട്ടാ. അതിന് കുറെ നമുക്ക് ചിരിക്കാനുള്ള കാര്യങ്ങളും സങ്കടമൊക്കെ ഉണ്ടാവുമല്ലേ, പക്ഷെ ആ ഒരു നൊമ്പരം എന്ന് പറയുന്നത് അത്രയും നമ്മൾ ആഗ്രഹിച്ചിട്ട് നമ്മൾ ആ പറ്റിക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടല്ലോ. അതൊക്കെ ഒരു കാലം, പറ്റിക്കപ്പെട്ടതൊക്കെ ഒരു കാലം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ സങ്കടം തീരാത്താട്ടാ. മക്കൾക്ക് ഹിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഏൽക്കുക. അങ്ങനെ ഏറ്റാൽ അത് നമ്മൾ ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥനും അല്ലെങ്കിൽ ബാധ്യസ്ഥയോ ആണ്. അപ്പൊ അത്രയും ആശ മനസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അവസാനത്ത് കിട്ടാണ്ടിരിക്കുമ്പോഴുള്ള വേദന എന്ന് പറയുമ്പോൾ കുഞ്ഞു കുട്ടികളാകുമ്പോൾ അതൊരുപാട് സങ്കടം ഉണ്ടാവും.